ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിനോട് അനുബന്ധിച്ച് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം ഏവരെയും അർഹരാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ സംഭവിക്കുവാനും നമ്മുടെ ജീവിതം ക്രിസ്തു ആഗ്രഹിക്കുന്ന വഴികളിലൂടെ രൂപാന്തരപ്പെടുവാനും വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക. ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി ഞാനും നിങ്ങളും രൂപാന്തരപ്പെടുന്നിടത്ത് മാത്രമാണ് യഥാർത്ഥ ജനനം, ക്രിസ്തുവിൻ്റെ ജനനം, ദൈവപുത്രൻ്റെ ജനനം നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നത്. ദൈവം എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു അത് അതുപോലെ നടപ്പാകുന്ന ഒരനുഭവത്തിലേക്ക് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കാനുള്ള ഒരു താല്പര്യവും ദാഹവുമാണ് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നൽകേണ്ടത്. നമുക്ക് മനസ്സ് തുറക്കാം, ദൈവത്തിൻ്റെ ശബ്ദത്തിനായി കാതോർക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് തീക്ഷ്ണമായി സംവദിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗമാണ്. വിശുദ്ധ ലൂക്കോസ് 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 38 വരെ തിരുവചന ഭാഗം നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ളതും പ്രത്യേകിച്ച് ഈ നാളുകളിൽ നാമൊക്കെ ഏറെ ധ്യാനിക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു വചനഭാഗമാണിത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് ദൈവപിതാവ് പറയാനുള്ള കാര്യങ്ങൾ, ദൈവപിതാവിന് പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ മറിയമിനോട് പങ്കുവെക്കുന്ന അറിയിപ്പിൻ്റെ വചനമാണ്. ദൈവവചനത്തിൻ്റെ അറിയിപ്പ്, സഭ ഇതിനെ വചനിപ്പ് എന്ന് വിളിക്കാറുണ്ട്. വചനത്തിൻ്റെ അറിയിപ്പ്, ദൈവപിതാവിന് പങ്കുവെക്കാനുള്ള വചനത്തിൻ്റെ അറിയിപ്പ് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, അരുളിയ വചനവും അവതരിച്ച വചനവും എന്ന നിലയിൽ വചനത്തെ നമ്മൾ കാണുന്നുണ്ട്. അരുളിയ വചനം, അവതരിച്ച വചനം. അരുളിയ വചനമാണ് പിതാവായ ദൈവത്തിൻ്റെ പഴയ നിയമ കാലഘട്ടത്തിലെ സംഭാഷണങ്ങളും കൽപ്പനകളും എല്ലാം തന്നെ. അവതരിച്ച വചനമാണ് ക്രിസ്തു. അരുളപ്പെടുന്ന വചനം അവതരിച്ച വചനമായി രൂപാന്തരപ്പെടുന്ന സുപ്രധാനമായ ഒരു സന്ദർഭമാണ്, ചരിത്ര പ്രാധാന്യമുള്ളൊരു സന്ദർഭമാണ് ഈ തിരുവചന ഭാഗത്ത് നാം കാണുന്ന ഈ സംഭവം. അതുവരെയും വചനം ഒരു അരുളപ്പാടായിരുന്നുവെങ്കിൽ ആ വചനം ജഡമായി ഒരു അവതാരമായി ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്ന, യേശുവായി പരിണമിക്കുന്ന സുപ്രധാനമായ ഒരു അനുഭവമാണ് ഈ വചനിപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവത്തോടെ ധ്യാനിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നിശ്ചയമായും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ചില സന്ദേശങ്ങൾ ഈ തിരുവചന ഭാഗത്ത് ഒളിഞ്ഞു കിടക്കുന്നത് ഇന്ന് നമുക്ക് തിരുവചനത്തിലൂടെ ധ്യാനിക്കാം, ചിന്തിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഗബ്രിയേൽ ദൈവദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പരിശുദ്ധ മാതാവിൻ്റെ അടുക്കൽ സ്വർഗത്തിന് പറയാനുള്ള സന്ദേശത്തെ പങ്കുവെക്കുന്ന ഒരനുഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംഭവത്തെ ഇങ്ങനെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ സംഭാഷണവും ഭൂമിയിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ സംഭാഷണവും. സ്വർഗത്തിൽ വസിക്കുന്ന ഒരാൾ ഭൂമിയിൽ വസിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നു. ഈ സംഭാഷണത്തിൽ ഈ രണ്ടു പേരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്തകൾ, സ്വർഗത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ ചിന്ത ഏത് രീതിയിലാണ് പോകുന്നത് എന്നും ഭൂമിയിൽ ലോകത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ ചിന്ത ഏത് രീതിയിലാണ് പോകുന്നതെന്നും തികച്ചും വ്യക്തമാക്കുന്നു. ഈ കാലഘട്ടത്തിൽ വചനം അപ്രകാരമാണ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരിക. സ്വർഗത്തിലെ ദൈവത്തിന് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനോട് പറയാനുള്ളത് പറയുന്നു. അതാണല്ലോ വചന ശുശ്രൂഷ. ഈ മാധ്യമങ്ങളിലൂടെയെല്ലാം നാം നിരന്തരമായി കേൾക്കുന്നത് അത് തന്നെയാണ്. സ്വർഗത്തിലെ ദൈവത്തിന് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവം സംസാരിക്കുന്ന വാക്കുകൾ അത് സ്വർഗത്തിൻ്റെ കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും
സ്വർഗത്തിൻ്റെ ആഗ്രഹങ്ങളും പ്രതിഫലിപ്പിക്കുന്നതാണ്. എന്നാൽ ഭൂമിയിലെ മനുഷ്യൻ ഈ വചനത്തെ സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം എന്നതോ, ആ മനുഷ്യൻ്റെ മനസ്സ് ഭൂമിയിലെ ചിന്തകളും ഭൂമിയിലെ ആശങ്കകളും ഭൂമിയിലെ അസ്വസ്ഥതകളും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഈ രണ്ട് അന്തരമാണ് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വർഗത്തിൽ വസിക്കുന്ന വ്യക്തിയുടെ സംഭാഷണം ഭൂമിയിൽ വസിക്കുന്ന വ്യക്തിയുടെ സംഭാഷണത്തിന് സ്വീകരിക്കാനായിട്ടും ഉൾക്കൊള്ളാനായിട്ടും അതിനെ തുറന്ന മനസ്സോടെ ഏറ്റെടുക്കാനായിട്ടും കഴിയണമെങ്കിൽ ഏതെല്ലാം രൂപാന്തരങ്ങളിലൂടെ മനോഭാവങ്ങളിലൂടെ ഭൂമിയിലെ മനുഷ്യൻ കടന്നു പോകണമെന്നുള്ള സുപ്രധാനമായൊരു സന്ദേശം ഈ തിരുവചന ഭാഗത്ത് ഒളിഞ്ഞിടക്കുകയാണ്. നമുക്കിതിൻ്റെ ആഴങ്ങളിലേക്ക് വളരെ ശാന്തമായി യാത്ര ചെയ്യാം. ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ഇതിൻ്റെ ആഴങ്ങളിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ. ഈ വചനഭാഗത്തിൽ നമ്മൾ അതിൻ്റെ തുടക്കത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് അവിടെ വായിക്കപ്പെടുക. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യയുടെ അടുക്കലേക്ക് അയച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നടക്കുന്നത് ഒരു അയക്കപ്പെടലാണ്. ദൈവപിതാവ് തൻ്റെ ദൂതനെ മാതാവിൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇവിടെ അയക്കപ്പെടുന്ന ദൂതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്താണ്? തന്നെ അയച്ച വ്യക്തി എന്ത് സംസാരിക്കുന്നോ എന്ത് പറയുന്നുവോ അത് ചെന്നെത്തുന്നിടത്ത് പങ്കുവെക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് അയക്കപ്പെടലിൻ്റെ ഉത്തരവാദിത്വമുള്ള ഓരോ ദൂതൻ്റെയും ദൗത്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ദൈവപിതാവ് പറയുന്നതിനെ പങ്കുവെക്കുന്ന ഒരനുഭവം, ദൈവപിതാവ് ആഗ്രഹിക്കുന്നതിനെ, സ്വർഗം ആഗ്രഹിക്കുന്നതിനെ സ്വർഗം ആഗ്രഹിക്കുന്നിടത്ത് പങ്കുവെക്കുന്ന അനുഭവമാണ് യഥാർത്ഥ ദൂതൻ്റെ അനുഭവം. പുതിയ നിയമ വിശ്വാസിക്ക് ഇതേ ദൗത്യമുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. യേശു തമ്പുരാൻ തൻ്റെ അപ്പോസ്തലന്മാരെ, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ ശിഷ്യന്മാർക്ക് എല്ലാം നൽകുന്ന സുപ്രധാനമായ ഒരു ഉത്തരവാദിത്വമാണ് അയക്കപ്പെടലിൻ്റെ ഒരു ഉത്തരവാദിത്വം. ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് ക്രിസ്തു എത്ര വട്ടം പറയുന്നുണ്ട്? ചെന്നായ്ക്കളുടെ നടുവിലേക്ക് കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പ്രിയപ്പെട്ടവരെ, അയക്കപ്പെടലിൻ്റെ ഉത്തരവാദിത്വം ഓരോ ശിഷ്യനും ഉണ്ട്, ഓരോ ക്രിസ്തു ശിഷ്യനും ഉണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഓരോ ക്രിസ്തു വിശ്വാസിക്കും ഈ അയക്കപ്പെടലിൻ്റെ ആ വലിയ ദൗത്യമുണ്ട്. ഈ അയക്കപ്പെടലിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് ജീവിക്കുന്ന വിശ്വാസി, എന്താണ് നിനക്ക് പങ്കുവെക്കാനുള്ളത്? എന്താണ് നിന്റെ ദൗത്യമെന്ന് നീ തിരിച്ചറിയണം. ദൗത്യം മറ്റൊന്നുമല്ല, സ്വർഗത്തിന് ഭൂമിയോട് എന്ത് പറയാനുണ്ടോ അത് പറയുന്നവനായിരിക്കണം ഒരു ശിഷ്യൻ. അയക്കപ്പെടലിൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു ദൂതൻ, സ്വർഗത്തിന് ഭൂമിയോട് എന്ത് പറയാനുണ്ടോ അത് പറയുന്നവൻ. സ്വർഗത്തിന് ഭൂമിയോട് കാലാകാലങ്ങളിൽ പറയാനുള്ള വാക്കുകൾ വളരെ വ്യത്യസ്തങ്ങളാണ്. അത് സ്വർഗത്തോട് ചേർന്ന് ഇരുന്നാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ അറിയിപ്പ് എന്ന സംഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ ഗബ്രിയേൽ ദൈവദൂതൻ 3 ഇടങ്ങളിൽ അറിയിപ്പ് പങ്കുവെക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് സഖറിയാ പുരോഹിതൻ്റെ അടുക്കൽ, അതാണ് ആദ്യത്തെ അറിയിപ്പ്. യോഹന്നാൻ സ്നാപകന്റെ പിറവിയെ സംബന്ധിച്ച് സഖറിയാ പുരോഹിതൻ്റെ അടുക്കൽ അറിയിക്കുകയാണ് ഗബ്രിയേൽ ദൈവദൂതൻ. പ്രിയപ്പെട്ടവരെ, എന്നിട്ടോ രണ്ടാമതായിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മാതാവിൻ്റെ അടുക്കൽ. അത് നമ്മൾ ഇന്ന് വായിച്ച തിരുവചന ഭാഗം. മാതാവിൻ്റെ അടുക്കൽ വന്ന് ഗബ്രിയേൽ ദൈവദൂതൻ അറിയിപ്പ് പറയുകയാണ്. ഇനി അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യൗസേപ്പിൻ്റെ അടുത്ത്, യൗസേപ്പ് പിതാവിൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദൈവദൂതൻ വന്നിട്ട് സ്വപ്നത്തിൽ അറിയിപ്പ് പറയുകയാണ്. ഒരു ദൂതൻ 3 ഇടത്താണ് അറിയിപ്പ് പറയുക. ഈ 3 ഇടത്ത് പറയുന്ന അറിയിപ്പുകളും സന്ദേശങ്ങളും വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. സഖറിയായുടെ അടുത്ത് പറയുന്നതല്ല മാതാവിൻ്റെ അടുത്ത് പറയുന്നത്, മാതാവിൻ്റെ അടുത്ത് പറയുന്നതല്ല യൗസേപ്പിൻ്റെ അടുത്ത് പറയുന്നത്. ഈ 3ഉം തമ്മിൽ പൊതുവായ ചില ഭാവങ്ങൾ ഉണ്ട് എങ്കിൽ പോലും പറയുന്ന സന്ദേശം, അതിൻ്റെ കണ്ടന്റ് തികച്ചും വ്യത്യസ്തമാണ്. ഒന്ന് യോഹന്നാൻ സ്നാപകന്റെ പിറവി, 2 യേശുവിൻ്റെ പിറവി, മൂന്നാമത്തേതും യേശുവിൻ്റെ പിറവിയിൽ യൗസേപ്പിനുണ്ടായ സംശയം ദൂരീകരിക്കാൻ തക്കവണ്ണമുള്ള ആ ഒരു സന്ദേശം എന്നത്, ദൂത് എന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ 3 ഇടത്തും ഗബ്രിയേലിന് ഇത് പറയാൻ കഴിയുക? 3 സന്ദേശങ്ങളും ദൈവം ആഗ്രഹിച്ച സന്ദേശങ്ങളാണ്.
സക്കറിയായോട് പറയാൻ ദൈവം ഉദ്ദേശിച്ചത് സക്കറിയായോട് പറഞ്ഞു, മാതാവിനോട് പറയാൻ ദൈവം ഉദ്ദേശിച്ചത് മാതാവിനോട് പറഞ്ഞു, യൗസേപ്പിനോട് പറയാൻ ദൈവം ഉദ്ദേശിച്ചത് യൗസേപ്പിനോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഗബ്രിയേലിന് ഇത് മൂന്നും കൃത്യമായി പറയാൻ കഴിഞ്ഞത്? ദൈവം ആഗ്രഹിച്ച സന്ദേശം ഈ മൂന്ന് പേരുടെ അടുത്തും കറക്റ്റായിട്ട് കൊടുക്കാൻ ഗബ്രിയേൽ ദൈവദൂതന് കഴിഞ്ഞ എന്തുകൊണ്ടാണെന്നറിയാമോ? ഓരോ സന്ദേശവും കഴിഞ്ഞിട്ട് ഗബ്രിയേൽ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അതുകൊണ്ടാണ് ആദ്യം സക്കറിയായുടെ കൊടുക്കാനുള്ള സന്ദേശം കഴിഞ്ഞിട്ട് ഗബ്രിയേൽ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി, സ്വർഗത്തിലേക്ക് മടങ്ങി ചെന്നു. പിന്നെ ഗബ്രിയേൽ സ്വർഗത്തിലാണ്, ദൈവത്തോട് ചേർന്നാണ്, ദൈവത്തിന് പറയാനുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെയാണ് ദൈവം അടുത്ത ദൂത് കൊടുക്കുക, നീ പോയി മറിയാമിനോട് ഇന്നത് പറയുക. അവിടെ മറിയാമിൻ്റെ അടുത്ത് ചെന്നു, മാതാവിനോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഗബ്രിയേൽ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് വീണ്ടും മടങ്ങിപ്പോവാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ അടുത്ത് വന്നിട്ടിരിക്കുകയാണ്. അവിടെ ദൈവം ഗബ്രിയേലിനോട് വീണ്ടും പറയുകയാണ്, ഗബ്രിയേലെ, ഇനി നീ യൗസേപ്പിൻ്റെ അടുത്ത് പോയിട്ട് ഇന്ന കാര്യം പറയുക. അവിടെയും യൗസേപ്പിൻ്റെ അടുത്ത് ചെന്നിട്ട് താൻ പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് ഗബ്രിയേൽ തിരിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങുകയാണ്, ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങുകയാണ്, ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ മൂന്നിടത്തും ഗബ്രിയേലിന് ദൈവം ഉദ്ദേശിച്ച സന്ദേശം പങ്കുവെക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഓരോ സന്ദേശവും പറഞ്ഞതിന് ശേഷം, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഇവിടെ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് നമ്മൾ വരികയാണ്. ഓരോ ദൂതും അറിയിച്ച ശേഷം ഗബ്രിയേൽ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയത് കൊണ്ടാണ്, ഓരോ ദൂതും അറിയിച്ച ശേഷം ഗബ്രിയേൽ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയത് കൊണ്ടാണ് ഗബ്രിയേലിന് വീണ്ടും വീണ്ടും ദൈവം ആഗ്രഹിച്ച ദൂത് പങ്കുവെക്കാൻ ലോകത്തിലേക്ക്, മാതാവിൻ്റെ അടുത്തേക്ക്, യൗസേപ്പിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിച്ച അടുത്ത വ്യക്തിയുടെ അടുത്തോട്ട് വരാനായിട്ട് സാധിച്ചത്. നമ്മളെങ്ങനെ നമ്മുടെ ദൂതന്മാർ, അല്ലെങ്കിൽ നമ്മളാകുന്ന ദൂതന്മാരുടെ, കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളാകുന്ന ദൂതന്മാരാകുന്ന നമ്മുടെ ദൗത്യം എങ്ങനെയാണെന്നറിയാമോ? നമ്മളൊരാളോട് ദൂത് പറഞ്ഞാൽ പിന്നെ ആ പ്രദേശത്തൊക്കെ ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കും. അതാണ് നമ്മളാകുന്ന ഗബ്രിയേലുമാരുടെ പ്രത്യേകത. എന്താ? ആ പ്രദേശത്ത് ചുറ്റിപ്പറ്റി നിൽക്കും. ഇപ്പം സക്കറിയായിക്ക് ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയേലിൻ്റെ സ്ഥാനത്ത് ഞാനും നിങ്ങളും ആണെങ്കിൽ, ഇന്നത്തെ സുവിശേഷകരാണെങ്കിൽ, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, ഇന്നത്തെ സുവിശേഷകരാണെങ്കിൽ, ഇന്നത്തെ കർത്തൃ ശിഷ്യന്മാരാണെങ്കിൽ ചെയ്യാൻ പോകുന്ന പരിപാടി പതുക്കെ സക്കറിയായുടെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിൽക്കും. എന്നിട്ടോ, ഞാനാണ് നിന്നോട് ദൂത് പറഞ്ഞത്, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. കണ്ടോ, ഞാനാണ് നിന്നെ അടുത്ത് വന്ന് ദൈവത്തിൻ്റെ കാര്യം അറിയിച്ചത് എന്ന് പറഞ്ഞ് തിരിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങാതെ താൻ ആരോട് ദൂതറിയിച്ചോ ആ ദൂതറിയിച്ചവനെ ചുറ്റിപ്പറ്റി താൻ അറിയിച്ച ദൂതിൻ്റെ പ്രാധാന്യത്തെക്കാൾ ഉപരിയായി ദൂതറിയിച്ച തൻ്റെ സാന്നിധ്യം, ദൂതറിയിച്ച തൻ്റെ സാന്നിധ്യം ആ ദൂത് സ്വീകരിച്ച വ്യക്തിയോട് ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന ഒരു മനോഭാവം. ഇതാണ് ഇന്നത്തെ ദൂതന്മാരുടെ മനോഭാവം. ഇത് വളരെ അപകടകരമായൊരു മനോഭാവമാണ് പ്രിയപ്പെട്ടവരെ. അവിടെ എന്ത് സംഭവിക്കുന്നു? ദൂതിനേക്കാൾ പ്രാധാന്യം ദൂതനായി മാറുന്നു. ഈ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത ഏതാണ്? ദൂതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ദൂതനായി മാറ്റപ്പെടുന്ന ഒരു അപകടകരമായ ഒരു തലമാണെന്ന് നടന്നു വരിക. പ്രിയപ്പെട്ടവരെ, അവിടെ എന്ത് സംഭവിക്കും? ഈ ഗബ്രിയേല് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകാതെ ഭൂമിയിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? അവിടെ സംഭവിക്കാൻ പോകുന്ന മറ്റൊന്നുമല്ല, ദൈവത്തിന് പറയാനുള്ള അടുത്ത ദൂത് പറയാൻ ഈ ദൂതൻ ഒരുക്കപ്പെടത്തില്ല എന്നുള്ള വലിയൊരു സങ്കടകരമായ ഒരു അനുഭവമാണ്. അവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് യേശുവിനോട് ദൂത് പറയാൻ ഗബ്രിയേലിന് അവസരം നിഷേധിക്കപ്പെടും എന്നുള്ളതാണ്. കാരണം തിരിച്ച് സ്വർഗത്തിലേക്ക് ചെന്നിട്ടില്ല, ആൾ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഇവിടെ ദൂത് അറിയിച്ച സ്ഥലത്ത് ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഇനി മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ദൂത് അറിയിച്ചു എന്ന് കരുതുക. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, സാക്ഷാൽ ദൈവപുത്രൻ്റെ പിറവിയെക്കുറിച്ചുള്ള ദൂതല്ലേ വന്നറിയിക്കുക. ദൂതൻ വന്ന് ദൂതൊക്കെ അറിയിച്ചു കഴിയുമ്പോൾ ഗബ്രിയേലിന് ഒരു തോന്നൽ ഒരുപക്ഷെ ഉണ്ടാകാം, ഇത് സാക്ഷാൽ ദൈവപുത്രനാണ് ഈ മാതാവിൻ്റെ ഉള്ളിൽ പിറക്കാൻ പോവുക, വചനമാകുന്ന യേശുവാണ് ജനിക്കുക. ഒരു സെക്യൂരിറ്റി ആയിട്ട് ഈ മാതാവിൻ്റെ കൂടെ നിന്നാൽ എന്താ? അല്ലെങ്കിൽ ദൈവപുത്രന് സെക്യൂരിറ്റി ആയിട്ട് ഒരു 4-5 മാലാഖമാരെ ചുറ്റുമൊന്ന് കാവൽ നിർത്തിയാൽ എന്താ? അങ്ങനെയൊന്നും ഗബ്രിയേൽ ചിന്തിക്കുന്നില്ല. ഗബ്രിയേൽ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി തിരിച്ച് സ്വർഗത്തിലേക്ക് വിഡ്രോ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദൂതന്മാർക്ക് ഇല്ലാതെ പോകുന്ന ഒരു പ്രശ്നമാണത്. തിരിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഇന്നത്തെ ദൂതന്മാർ തയ്യാറല്ല. തിരിച്ച് ദൂതറിയിച്ചിട്ട് തിരിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഇന്നത്തെ ദൂതന്മാർ തയ്യാറല്ല. എന്താണ് ഈ തിരിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറയുന്നത്? അത് മരിച്ചു പോവുക എന്ന അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് ദൈവം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ദൂതും പങ്കുവെച്ചു കഴിഞ്ഞാൽ
പിന്നെ ആ പങ്കുവെക്കുന്ന ദൂതൻ ദൈവത്തോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന് ഇരിക്കണം, കാത്തിരിക്കണം. അടുത്ത ദൂത് എവിടെ, എന്ത് എന്നതിനെ അന്വേഷിച്ച്, അടുത്ത ദൂത് എവിടെ, എന്ത് എന്ന് അന്വേഷിച്ച് ദൈവത്തോട് ചേർന്ന് കാത്തിരിക്കണം. അതിനാണ് വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുക. വ്യക്തിപരമായ പ്രാർത്ഥന, പേഴ്സണൽ പ്രയർ എന്ന പദം ഈ അടുത്ത കാലത്ത് ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ ഉപയോഗിക്കുന്നത് മറ്റൊരു പദമാണ്, പേഴ്സണൽ ഫെല്ലോഷിപ്പ്. ഞങ്ങളിവിടെ ടീം മുഴുവൻ അങ്ങനെയുള്ള വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുക. ഞങ്ങൾക്കിവിടെ പ്രയർ വാരിയേഴ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പേഴ്സണൽ പ്രയർ എന്നുള്ള പദമല്ല, പേഴ്സണൽ ഫെല്ലോഷിപ്പ്. ക്രിസ്തുവുമായി വ്യക്തിപരമായ കൂട്ടായ്മ. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തോട് വ്യക്തിപരമായ കൂട്ടായ്മ. ദൈവം നമ്മെ ഓരോരുത്തരെയും സുവിശേഷത്തിൻ്റെ ഉത്തരവാദിത്വവും ദൗത്യവുമായി സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ ആ സുവിശേഷത്തിൻ്റെ ഉത്തരവാദിത്വം, ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ ദൗത്യം നിർവഹിച്ചിടത്തു നിന്ന് വിഡ്രോ ചെയ്യാൻ, അവിടെ നിന്ന് വിഡ്രോ ചെയ്യാൻ, എന്നിട്ട് സ്വർഗത്തിൽ പോയി പൊങ്ങാൻ, ദൈവത്തോട് ചേർന്നിരിക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പോയി പൊങ്ങാൻ, അവിടെ ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയുന്ന പേഴ്സണൽ ഫെല്ലോഷിപ്പ് ഉള്ള ദൂതന്മാർ ഇന്ന് ആരാണുള്ളത്? ദൂതറിയിച്ച ശേഷം സ്വർഗത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക് മടങ്ങിപ്പോകുന്ന ദൂതൻ ആരാണെന്നുള്ളത്, ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങിപ്പോകുന്ന ദൂതൻ ആരാണെന്നുള്ളത്, എന്നിട്ട് ക്രിസ്തുവിടെ കൂട്ടായ്മയിൽ ചേർന്നിരുന്നു കൊണ്ട് ആ ദൈവം നമ്മോട് പറയുന്ന അടുത്ത സ്ഥലത്തേക്ക് അടുത്ത ദൂതുമായി പോകുന്ന ദൂതൻ ഇന്ന് ആരാണുള്ളത്? അങ്ങനത്തെ ദൂതന്മാരിന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആവശ്യം അങ്ങനത്തെ ദൂതന്മാരെയാണ്. ദൈവം പറയുന്നത് സമൂഹത്തോട് കാലാകാലങ്ങളിൽ പങ്കുവെക്കുന്ന ദൂതന്മാരെയാണ് ഈ കാലങ്ങളിൽ സഭയ്ക്ക് ആവശ്യം. അതിന് തയ്യാറുണ്ടോ? അതിന് മനസ്സുണ്ടോ? ഇന്നത്തെ ദൂതന്മാരുടെ ദൂത് എങ്ങനെയാണ്? ഇന്ന് ദൂതൻ പൊതുവായിട്ടൊരു ദൂത് അങ്ങ് പ്രിപ്പയർ ചെയ്ത് വെക്കും. അതാണ് ഇന്നത്തെ ദൂതന്മാരുടെ പരിപാടി. ആ ദൂത് ഒരു 10 സ്ഥലത്ത് പോയി അങ്ങ് പറയും. അല്ലെങ്കിൽ നമ്മളെ കേട്ടിട്ടില്ലാത്ത ഇടങ്ങളിലെല്ലാം പോയിട്ട് ആ ദൂത് പറയും. ഞാൻ ഉൾപ്പെടെയുള്ള ദൂതന്മാർ പലപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ എന്നെ കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുക. ഒരു ദൂത് അങ്ങ് പ്രിപ്പയർ ചെയ്യും, തയ്യാറാക്കി വെക്കും. വചനം എടുത്ത് ഒരു ദൂതൊക്കെ തയ്യാറാക്കി അങ്ങ് റെഡിയാക്കി വെക്കും. ഇന്ന് ദൂത് തയ്യാറാക്കലുകളാണ് നടക്കുക. ദൈവം ആഗ്രഹിക്കുന്ന ദൂതുകൾ പങ്കുവെക്കപ്പെടുകയല്ല, മറിച്ച് തയ്യാറാക്കപ്പെടുന്ന, എൻ്റെ ആശയങ്ങളിൽ തയ്യാറാക്കുന്ന ദൂത് സംവേദനം ചെയ്യുന്ന ഒരു അനുഭവമാണ്. അത് എവിടെയൊക്കെ സംവേദനം ചെയ്യും? പോയൊരു 10 സ്ഥലത്ത് സംവേദനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഗബ്രിയേലിന് നമ്മുടെ സ്വഭാവമായിരുന്നെങ്കിലോ, നമ്മുടെ ദൂതന്മാരുടെ സ്വഭാവമായിരുന്നു ഗബ്രിയേലിനെങ്കിൽ എന്ത് സംഭവിച്ചേനെ? സക്കറിയായുടെ അടുത്ത് ഒരു പ്രസംഗം പറയും, പോയി ഒരു ദൂത് പറയും. എന്നിട്ട് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകാതെ, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ ആ പരിസരത്ത് ചുറ്റിപ്പറ്റി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഗബ്രിയേൽ എന്ത് ചെയ്യും? എന്തായാലും ഒരു ദൂത് ദൈവം തന്നു. അത് പറഞ്ഞത് സക്കറിയായോടാണ്. അടുത്ത ദൂത് മാതാവിനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആ മാതാവിനോടും ഇതേ ദൂത് തന്നെ പറഞ്ഞേക്കാമെന്ന് കരുതിയായിരുന്നെങ്കിലോ? സക്കറിയായല്ലേ കേട്ടത് എൻ്റെ പ്രസംഗം? മാതാവ് പ്രസംഗം കേട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് സക്കറിയായുടെ അടുത്ത് പറഞ്ഞ പ്രസംഗം തന്നെ മാതാവിൻ്റെ അടുത്തും പോയി ഒന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചായിരുന്നെങ്കിലോ? പ്രിയപ്പെട്ടവരെ, അപകടമായേനെ, കാര്യങ്ങൾ മുഴുവൻ മാറിപ്പോയേനെ. എന്നിട്ട് ഇതേ ഗബ്രിയേല് പുതിയ ദൂത് പ്രിപ്പയർ ചെയ്യാതെ ഒരിക്കൽ റെഡിയാക്കിയ ദൂത് കയ്യിലിരിപ്പുണ്ടല്ലോ, പ്രസംഗം കയ്യിലിരിപ്പുണ്ടല്ലോ, യൗസേപ്പിൻ്റെ അടുത്ത് പോവുകയാണ്. യൗസേപ്പിനോട് പോയിട്ട് പറയാണ്, മാതാവിനോടും സക്കറിയായോടും പറഞ്ഞ പ്രസംഗം യൗസേപ്പ് കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അവരോട് പറഞ്ഞ പ്രസംഗം അതുപോലെ തന്നെ യൗസേപ്പിനോട് പറഞ്ഞാലോ എന്നങ്ങ് കരുതിയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതിനെ? മിക്കവാറും 3 പേരോടും യോഹന്നാൻ സ്നാപകന്റെ പിറവിയെക്കുറിച്ച് പ്രസംഗിക്കേണ്ടി വന്നേനെ ഗബ്രിയേലിന്. ഇന്ന് നമ്മുടെ ദൂതന്മാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്, ഞാൻ ഉൾപ്പെടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആഗ്രഹം പങ്കുവെക്കാൻ നമുക്ക് പറ്റുന്നില്ല. ദൈവത്തിൻ്റെ മനസ്സ് പങ്കുവെക്കുന്ന ദൂതന്മാരല്ല ഇന്ന് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മനസ്സ് അന്വേഷിക്കുന്ന ദൂതന്മാരല്ല ഉള്ളത്. എൻ്റെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ പങ്കുവെക്കുന്ന ദൂതന്മാരാണ്. ഞാനൊരു സമൂഹത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആ സമൂഹത്തെക്കുറിച്ച് നേരത്തെ തന്നെ അന്വേഷിക്കും. അവിടെ എങ്ങനെയുള്ളവരാണ് വരിക? മധ്യവയസ്കരാണോ, ചെറുപ്പക്കാരാണോ, യുവജനങ്ങളാണോ, ടീനേജേഴ്സ് ആണോ, അതോ അവിടെ ഞാൻ എന്ത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്, ഞാൻ എന്താണ് തയ്യാറാക്കേണ്ടത്, അവിടെയുള്ള ആളുകളുടെ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഒരു പള്ളിയിലൊക്കെ പ്രസംഗിക്കാൻ പോവുകയാണെങ്കിൽ നേരത്തെ വികാരി അച്ഛനെ വിളിച്ച് ചോദിക്കും, അച്ഛാ എന്തോ അവിടുത്തെ ഒരു പൊതുവായ പ്രശ്നം, ഏത് മേഖലയാണ്? മദ്യപാനം കൂടുതലുള്ള ആളുകളാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മദ്യപാനത്തെക്കുറിച്ച് ശരിക്കും നന്നായിട്ട് പ്രസംഗിച്ചോളാം. അതുപോലെ വേറെ ചിലരോട് ചോദിക്കും, അവിടെ എന്താ പ്രശ്നം? കുടുംബ വഴക്കുകളാണോ? എങ്കിൽ കുടുംബജീവിതത്തെക്കുറിച്ച് ഞാൻ നന്നായിട്ട് പറഞ്ഞോളാം. നേരത്തെ നമ്മൾ അവിടെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പ് നടത്തി നമ്മുടെ ദൂതുകൾ സ്വന്തമാക്കി, നമ്മുടെ ദൂതുകൾ പ്രിപ്പയർ ചെയ്ത്, നമ്മുടെ ദൂതുകൾ അറിയിക്കുന്ന ഒരു തിന്മ നിറഞ്ഞ തെറ്റായ ഒരു അവസ്ഥയിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഈ കാലങ്ങളിൽ നമ്മുടെ പോക്ക്.
ഇത് വളരെ സങ്കടകരമായ ഒരു അനുഭവമാണ്. ഇത് ദുരന്ത സമാനമായ ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. ദൈവം ആഗ്രഹിക്കുന്നത് പങ്കുവെക്കാൻ കഴിയുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് പങ്കുവെക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മുടെ ജീവിതം അപ്രകാരം ഒരു ദൂതറിയിപ്പിൻ്റെ തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പശ്ചാത്തപിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ദൈവം പറയാനുള്ളതിനെ പറയുന്ന വിശ്വാസികളായി മാറാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് അറിയിക്കാനുള്ളതിനെ അറിയിക്കുന്ന വിശ്വാസികളായി മാറാൻ നമുക്ക് കഴിയണം. സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്ന, ചുറ്റിപ്പറ്റി ദൂതറിയിച്ചിടത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഗബ്രിയേലുമാരായി നമ്മൾ മാറല്ലേ. നമ്മൾ ഇന്ന് അങ്ങനത്തെ ഗബ്രിയേൽ മറിച്ച് ദൂതറിയിച്ചിട്ട് സ്വർഗത്തിലേക്ക് വിഡ്രോ ചെയ്യുന്ന ഗബ്രിയേലായി മാറാൻ നമുക്ക് മനസ്സുണ്ടോ? സാധിക്കുമോ? ദൈവസന്നദ്ധയിൽ ഇരിക്കുന്ന ഗബ്രിയേലായി മാറാൻ നമുക്ക് സാധിക്കുമോ? ദൈവത്തിൻ്റെ ദൂത് എന്താണെന്ന് കേൾക്കുന്ന ആ ദൂതനായി മാറാൻ നമുക്ക് കഴിയുമോ? ദൈവം ആഗ്രഹിക്കുന്ന ദൂത് ദൈവം ആഗ്രഹിക്കുന്നിടത്ത് പങ്കുവെക്കുന്ന ദൂതനായി മാറാൻ നമുക്ക് കഴിയുമോ? അത് എവിടെയെന്നറിയാൻ ദൈവത്തോട് ചോദിക്കുന്ന ദൂതനായി മാറാൻ നമുക്ക് കഴിയുമോ? ദൈവം പങ്കുവെക്കുന്നതിനെ മായം കൂടാതെ, കലർപ്പ് കൂടാതെ പങ്കുവെക്കുന്ന ദൂതനായി മാറാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്ന ദൂതനായി മാറാൻ നമുക്ക് കഴിയുമോ? ദൈവസന്നിധിയിൽ വിശ്വസ്തതയുള്ള ദൂതനായി മാറാൻ നമുക്ക് കഴിയുമോ? ദൈവം ആഗ്രഹിക്കുന്ന ആ വലിയ അനുഭവത്തിലൂടെ ജീവിക്കുന്ന ദൂതനായി മാറാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്ന സുപ്രധാനമായ ഒരു ചോദ്യമാണിത്. ഈ ചോദ്യത്തോട് തുറന്ന മനസ്സോടെ പ്രതികരിക്കാൻ ഇന്ന് ആർക്കെങ്കിലും കഴിഞ്ഞാൽ അവരുടെ ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ഈ ഗബ്രിയേൽ മാതാവിൻ്റെ അടുക്കൽ വന്ന വളരെ വ്യക്തമായി തനിക്ക് പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സന്തോഷിക്കുകയാണ്. സ്വർഗത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയാണ്. സ്വർഗത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം പറയാനുള്ളത് പറയുന്നിടത്താണ് സ്വർഗത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുക. ദൂതൻ തൻ്റെ മനസ്സിലുള്ള ആശയമാണ് പങ്കുവെച്ചിരുന്നതെങ്കിൽ ഒരിക്കലും സ്വർഗത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കപ്പെടില്ലായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ അവസ്ഥ ഒന്നുകൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൂതൻ വിചാരിക്കുകയാണ് തനിക്ക് പറയാനുള്ള കുറേ ദൂത് പ്രിപ്പയർ ചെയ്തിട്ട് 4 പേരോട് ഒരേ ദൂത് പറയാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? സ്വർഗത്തിൻ്റെ പദ്ധതി നടക്കാതെ പോകും. സ്വർഗത്തിൻ്റെ പദ്ധതി അവതാളത്തിലാകും. ഇന്ന് വചന ശുശ്രൂഷ മേഖലകളിൽ, സുവിശേഷ മേഖലകളിൽ ശിഷ്യന്മാരുടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്വർഗത്തിൻ്റെ പദ്ധതി നടപ്പാകുന്നില്ല. സ്വർഗത്തിൻ്റെ പദ്ധതി നടപ്പാകുന്നില്ല. വചനപ്രഘോഷകൻ അവൻ്റെ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുക. വചനപ്രഘോഷകൻ അവൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് അപകടകരമായ അവസ്ഥ. ഇതിനെ ഓർത്ത് ഹൃദയം നൊന്ത് കരയാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പുതിയ വർഷത്തിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കാൻ പോവുക. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൂതൻ്റെ ദൗത്യം നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്ന് തിരിച്ചറിയുക. ദൂതൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു. 2017 എന്ന പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൂതൻ പറയാൻ ആഗ്രഹിക്കുന്നത് പറയാൻ, അത് സാധിക്കണം. സ്വർഗത്തിൽ ഇരിക്കുന്ന ദൂതനായി മാറാൻ എനിക്ക് കഴിയണം. ദൈവത്തിൻ്റെ പദ്ധതിയെ അവതാളത്തിലാക്കുന്ന ദൂതന്മാരായി നമ്മൾ മാറില്ലേ? ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അവതാളത്തിലാക്കുന്ന ദൂതന്മാരായി മാറാൻ നമുക്ക് നമ്മളാകല്ലേ? അത് സ്വർഗത്തിൻ്റെ സങ്കടമാണ്. അത് സ്വർഗത്തിൻ്റെ നൊമ്പരമാണ്. ഇന്ന് സ്വർഗം ഏറ്റവും അധികം നൊമ്പരപ്പെടുന്നത് ഭൂമിയിലെ ദൂതന്മാരെ കുറിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം സ്വർഗത്തിൻ്റെ പ്ലാനല്ല ദൂതന്മാർ നടപ്പാക്കുക, അവൻ്റെ പ്ലാനാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. സ്വർഗീയ ദൂതിൻ്റെ പങ്കുവെക്കലുകളായി നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാൻ വേണ്ടി തീഷ്ണതയോടെ നമുക്ക് ആഗ്രഹിക്കാം. ആയതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ കർത്താവെ, കേൾപ്പിച്ച ജീവൻ്റെ വചസ്സുകൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തമ്പുരാനെ, ഒരു യഥാർത്ഥ ദൂതനായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ. ഗബ്രിയേലിനെ പോലെയുള്ളൊരു ദൂതനായി മാറാൻ, അറിയിക്കേണ്ട ദൂത് അറിയിക്കേണ്ടിടത്ത്, അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചതിന് ശേഷം അറിയിക്കാൻ ആഹ്വാനം ചെയ്തവൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുന്ന, ആ ആഹ്വാനം ചെയ്തവനോട് ചേർന്നിരുന്ന് അടുത്ത ദൂതിനു വേണ്ടി സ്വർഗത്തിൽ കാത്തിരിക്കുന്ന ദൂതനായി മാറാൻ, സ്വർഗത്തിൽ കാത്തിരിക്കുന്ന ദൂതനായി മാറാൻ, ഭൂമിയിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന ദൂതന്മാരാകാനല്ല, ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ച് അടുത്ത ദൂതന് വേണ്ടി പിതാവിൻ്റെ അടുക്കൽ കാതോർക്കുന്ന സ്വർഗത്തിലെ ദൂതൻ, യഥാർത്ഥ ദൂതനായി മാറാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ.